MLA കൂടി ഒരു തവണ ചേരുകയാണ്. രാജേട്ട, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ശിവലക്ഷ്മി എന്ന് പറയുന്ന കൊല്ലത്തു നിന്നുള്ള ആനയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 1.5 മണിക്കൂർ മുമ്പാണ് ആന മോഡൽ ഗേൾസിൻ്റെ അവിടെ നിന്നും ഇടഞ്ഞ് വാഹനങ്ങളും മറ്റും നശിപ്പിച്ച് ഈ പ്രദേശത്തേക്ക് വന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് എൻ്റെ ഡിവിഷൻ കൂടിയാണ്. ഇവിടെയാണ് ഞാൻ ഈ പ്രദേശത്ത് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് എത്തിയുള്ളൂ. വന്ന വഴിക്ക് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമെന്ന് അറിഞ്ഞത്. അപ്പോൾ ഓടി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ വീടുകളൊക്കെ 2-3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ ഈ പ്രദേശത്ത് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ സ്ഥിതി. രാജേട്ട, ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു, ഇപ്പോഴും പൂർണ്ണമായി ആനയെ തിളയ്ക്കാനായില്ല. അതൊരു ഭീതി ജനിപ്പിക്കുന്ന സാഹചര്യം. ആനയെ ഏകദേശം നമ്മൾ തിളച്ചിട്ടുണ്ട്. ഓഫീസർ ഞാൻ രാജൻ പല്ലൻ. ഇപ്പോൾ അവിടെ നമ്മൾ ആനയെ ഇപ്പോൾ അവിടെ കെട്ടിയിട്ടുണ്ട്, എന്താ ചർച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത പോലീസ് ചെയ്യേ ഒരു 1.5 മണിക്കൂറായി. ഇത് നമ്മൾ 5-6 വാഹനങ്ങൾ അവർ നശിപ്പിച്ചിട്ടുണ്ട്. 2-3 വീട് ആക്രമിച്ചിട്ടുണ്ട്. ആളപായമില്ല, അത് വലിയൊരു ഭാഗ്യമായി. ആൾക്ക് ഒരു യാത്രക്കാരൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ആ വണ്ടി മറച്ചിട്ടു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആളപായമൊന്നും ഇല്ല. എന്താ വെച്ചാൽ ഓക്കെ ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. നാട്ടാനയാണ്. അപ്പൊ അത് എലിഫന്റ് സ്ക്വാഡ് ഓൾറെഡി സ്ഥലത്തുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാം. ബിക്കോസ് അത് പ്യൂർലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല, അത് നാട്ടാന പരിപാലന വെറ്ററിനറി ഡോക്ടറാണ് നോക്കേണ്ടത്. എന്നാലും നമ്മൾ അത് സഹകരിക്കും, മാക്സിമം നമ്മൾ സംവിധാനം ചെയ്യും. അതാണ് പറയേണ്ടത്. ഇത് ഈ നാട്ടാന പരിപാലന ചട്ടത്തിൽ അല്ലെങ്കിൽ ആ നിയമത്തിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരല്ല, വെറ്റിനറി ഡോക്ടറാണ് ഇത് നോക്കേണ്ടത്. എന്നാലും ഈ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള എല്ലാ സഹായവും ഉണ്ടാവും. ഒപ്പം ഈ വെറ്റിനറി ഡോക്ടറെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആനയെ തിളയ്ക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം നമ്മോട് പറഞ്ഞത്. MLA ആണ് നേരത്തെ ചേർന്നത്, രാജൻ പല്ലൻ. അദ്ദേഹവും പറഞ്ഞത് അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. അത് ഇത്തരത്തിലൊരു ജനവാസ മേഖലയിൽ ആനയടഞ്ഞ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 90% ആന ശാന്തനായി നിൽക്കുന്നുണ്ട്. ഇനി തളയ്ക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അദ്ദേഹം കടക്കുമെന്നും കൂടിയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആളുകളിൽ ഭീതി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രദേശം അത്രത്തോളം വീടുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശമാണ്. ഇവിടെയാണ് മണിക്കൂറുകളോളം ഈ ആന ഇപ്പോഴും ഈ ഒരു ഇത്തരത്തിൽ ഭീതി പരത്തിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നാശനഷ്ടങ്ങൾ, ഒരുപാട് നാശനഷ്ടങ്ങൾ ഇതിനോടകം ഇവിടെ വന്നു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് സാഹചര്യത്തിലാണ് ഈ ആന ഇടഞ്ഞത്? ഇത്തരത്തിൽ മതപ്പാടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആനയായിരുന്നോ ഇത്? അത് അറിഞ്ഞുകൊണ്ട് തന്നെ പാപ്പാന്മാർ ഇത്തരത്തിൽ ആനയെ കൊണ്ടുവരായിരുന്നോ? അല്ലെങ്കിൽ പാപ്പാന്മാരുടെയോ അല്ലെങ്കിൽ ഈ ആനയുമായി ബന്ധപ്പെട്ട ആളുകളുടെയോ ഭാഗത്തു നിന്നും എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വ്യക്തത വരുന്നത്. ഇവിടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുള്ള വലിയ ഒരു സന്നാഹം, വലിയൊരു സംഘം ഇപ്പോഴും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആനയെ തളയ്ക്കുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് ഇനി കടക്കും. ഇപ്പോൾ ഏകദേശം 90% ആനയെ തളച്ച ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ആന വളരെ ശാന്തനായി എന്നുള്ളതാണ്. ഹരീഷ്, ആനയെ തളച്ചു എന്ന് പറയാനാവുമോ? ആന ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനടുത്തേക്ക് ചെന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനാവുന്നതല്ല. ഇപ്പോൾ അധികൃത പ്രതികരണം കൂടി വരുന്നുണ്ട്. മായ, അത് കഴിഞ്ഞിട്ട് നേരെ കിഴക്കേ നടയിൽ വന്നിട്ട് തിരിച്ച് അത് തെക്കേ നടയിലേക്ക് പോയി. പൂരൊക്കെ വരുന്ന ആ സ്ഥലം, അവിടെ നിന്നാണ് അത് ഓടിയത്. ഒന്നുമില്ല, ശാന്തമായിരുന്ന പോയ ആനയാണ്. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്. ശാന്തമായി പോയിരുന്ന ആനയാണ്. അതിനെ ഈ തെക്കേ ഗോപുര നടയിൽ കയറി അവിടെ നിന്ന് അത് ഓട്ടം ആരംഭിച്ചു. മായ, അതായത് ഇപ്പോൾ ഈ അധികൃതരടക്കം പറയുന്നത് ഇത് വളരെ ശാന്തമായി പോയിരുന്ന ഒരു ആനയാണ്. ആന പെട്ടെന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ വിരണ്ടോടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നേരത്തെ മായ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ആന ശാന്തനായി നിൽക്കുകയാണ്. അതായത് ആന വലിയ രീതിയിൽ ഉള്ള ആക്രമാസക്തമായ സ്വഭാവമെല്ലാം മാറ്റി വളരെ ശാന്തനായി ഒരിടത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയെ പൂർണ്ണമായി അല്ലെങ്കിൽ പോലും ഒരു പരിധിവരെ തളച്ചു എന്ന് വേണം പറയാം. ഇപ്പോൾ BJP നേതാവ് കൂടി ചേരുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ. ആനയെ തളയ്ക്കാന്ന് പറഞ്ഞാൽ ആന ഇപ്പോൾ വടം കെട്ടി ഇനി ആന വെളി പോവില്ല. ഇപ്പോൾ ആനക്കാരൻ്റെ കയ്യിലാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വന്നു എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ എൻ്റെ വീട്ടിലിരിക്കായിരുന്നു. ഗ്രൗണ്ടിലെ കളി കഴിഞ്ഞ് വന്ന് ആ ഡ്രസ്സിൽ അവിടെ ഇരിക്കുമ്പോഴാണ്, എൻ്റെ വീടിന് മുന്നിൽ കൂടെയാണ്, എൻ്റെ കാറ് റോട്ടിൽ കിടക്കുകയാണ്. എൻ്റെ കാറിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ആന പോണേ. വളരെ ശാന്തമായിരുന്നു പോകുമ്പോൾ. ആ ആന ആ വഴിക്ക് നേരെ പോയിട്ട് അവിടെ എന്തോ കണ്ടിട്ട് തിരിഞ്ഞു വീണ്ടും വരികയാണ്. ഞങ്ങളുടെ കാർ അവിടെ കിടക്കുകയാണ്. എൻ്റെ കാറ്, എൻ്റെ അടുത്ത വീട്ടിലെ ആൾക്കാരുടെ കാറ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് അതിന് ശേഷം പെട്ടെന്ന് വയലൻ്റായി
എൻ്റെ തന്നെ വീടിൻ്റെ മുമ്പിലത്തെ ഒരു 8 ബൈക്ക് തകർത്തു, ഈ വീടുകൾ തകർത്തു. ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, അതൊന്നുമില്ല. അതാണ്, അതായത് ഇപ്പോൾ ഏകദേശം ആനയെ തളച്ചിട്ടുണ്ട്. അതായത് ഇനി ഇവിടെ നിന്നും ആന പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്താണ് ഈ ഒരു ആന ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെയും വാഹനത്തിൻ്റെയും തൊട്ടരികിലൂടെയാണ് ഈ ആന കടന്നുപോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രത്തോളം വളരെ ഭയാനകമായ ഒരു സന്ദർഭത്തിലൂടെയാണ് അദ്ദേഹവും കടന്നു വന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വളരെ ശാന്തനായിക്കൊണ്ട് ആന നിൽക്കുകയാണ്. ഇനി ആന പുറത്തേക്ക് പോവുകയോ അത്തരത്തിൽ ആക്രമം അഴിച്ചുവിടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അതിനുവേണ്ട നടപടിക്രമങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ ആനയെ ഇപ്പോൾ ശാന്തനാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് മയക്കുവെടി വെക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ആന ശാന്തനായിക്കൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഹരീഷ്, അങ്ങനെയാണെങ്കിൽ ആന ശാന്തനായാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ആനയുടെ പാപ്പാന്മാർ ഉണ്ടല്ലോ 2 പേർ, അവർ ആനയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടോ? വളരെ ശാന്തനായി അവർ സമീപ പ്രദേശങ്ങളിലുണ്ട്. പൂർണ്ണമായും അടുത്തേക്ക് പോവേണ്ട സാഹചര്യം ഇപ്പോൾ ആയിട്ടില്ല. അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആന പൂർണ്ണമായും ശാന്തനായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും പാപ്പാന്മാർ അടക്കമുള്ള ആളുകൾ ആനയുടെ അടുത്തേക്ക് പോകും. ഇപ്പോൾ സമീപത്ത് തന്നെ പാപ്പാന്മാരും ആനയുമായി ബന്ധപ്പെട്ട ആളുകളും എലിഫന്റ് സ്ക്വാഡും ഫോറസ്റ്റും പോലീസും അടങ്ങുന്ന വലിയ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ വലിയ ഒരു ജനക്കൂട്ടം ആനയുടെ സമീപത്ത് തന്നെയുണ്ട്. പക്ഷേ ആനയുടെ കൂടുതൽ അടുത്തേക്ക് പോവുകയും ആനയെ തൊടുകയും ഒക്കെ ചെയ്യാൻ ചില പരിധികളുണ്ട്. തോട്ടി ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആനയുടെ ചെവിയിൽ തോട്ടി ചാരി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം തന്നെ പാപ്പാന്മാർ ആനയുടെ അടുത്തേക്ക് എത്തി ആനയെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആനയുടെ ചെവിയിൽ തോട്ടി ചാരി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തോട്ടി വെച്ച ശേഷം ആന ഒരിക്കലും പിന്നീട് അത്തരത്തിൽ അക്രമാസക്തമാവുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്തരത്തിൽ തോട്ടി ചെവിയുടെ അടുത്ത തോട്ടി നമുക്ക് കാണാൻ പറ്റിയ തരത്തിൽ വെച്ച്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാപ്പാന്മാർ ആനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ആന ഇപ്പോൾ ശാന്തനായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭീതി ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം ഇനി പ്രശ്നമുണ്ടാവില്ല. കാരണം ആന ഇപ്പോൾ വെള്ളം എടുത്ത് മുകളിലേക്ക് ഒഴിക്കുന്ന വളരെ ശാന്തനായിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. ആന വളരെ പ്രകോപിതനായിരുന്നു, വലിയ രീതിയിൽ അക്രമാസക്തനായിരുന്നു, വലിയ രീതിയിൽ മതിലുകളും മരങ്ങളും വാഹനങ്ങളും ഒക്കെ തകർത്ത് പോകുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനയെ തളച്ചു എന്ന് പറയാം. കാലിൽ ചങ്ങല നമുക്ക് കാണാൻ സാധിക്കും. കാലിൽ ചങ്ങലപ്പൂട്ട് ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം ആനയെ പൂർണ്ണമായും ഇപ്പോൾ തളച്ചിട്ടുണ്ട്. അവിടെ മരത്തിൽ നിന്നും കാലിലേക്ക് ചങ്ങല കൊളുത്തിയിട്ടുണ്ട്. ആന പൂർണ്ണ ശാന്തനാണ്. അതുകൊണ്ട് ഇനി മറ്റ് പ്രശ്നങ്ങളില്ല. ആനയെ ചങ്ങലയിട്ട് തളച്ച ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാപ്പാന്മാരും അതുപോലെ എലിഫന്റ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവിടെയുണ്ട്. അതായത് ഒരു വീടിനോട് ചേർന്നുള്ള ഒരു വാഴത്തോട്ടത്തിലാണ് നിലവിൽ ആന നിൽക്കുന്നത്. ഒരു മതിൽ പൊളിച്ചാണ് ആന ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത്. ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിൽ വളരെ ശാന്തനായി ശരി ഹരീഷ്, ആന നിയന്ത്രണ വിധേയനായിരിക്കുന്നു. അവിടെ ഒരു സ്ഥലത്ത് ഒരു വീടിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം ഭീതിയില്ല എന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നു. ഇനി അടുത്ത നടപടി എന്താണ്? ആനയെ അവിടെ നിന്ന് മാറ്റണമല്ലോ. തീർച്ചയായും അടുത്ത നടപടി ആനയെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അതിനാണ് എലിഫന്റ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ആനയെ നടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യമുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. അതായത് വളരെ ശാന്തനായി ഇനി മറ്റൊരു പ്രകോപനവും ഇല്ല എന്നുള്ളതാണെങ്കിൽ ഒരുപക്ഷെ ആനയെ റോഡിലേക്ക് നടത്തിക്കൊണ്ട് അവിടെ നിന്നും ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുക. മയക്കുവെടിയുടെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ആന വളരെ ശാന്തനായി കഴിഞ്ഞിരിക്കുന്നു, കൂച്ചുവലം കെട്ടിരിക്കുന്നു, ഒപ്പം തോട്ടിയും ചാരി വെച്ചിരിക്കുന്നു, പാപ്പാന്മാരുടെ സാന്നിധ്യവും അടുത്തുണ്ട്. അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ വേണ്ട, അല്ലെങ്കിൽ മയക്കുവെടി അടക്കമുള്ള നടപടിക്രമങ്ങൾ വേണ്ട. ആന വളരെ ശാന്തനായി തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പാപ്പാന്മാർക്ക് തന്നെ ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി എലിഫന്റ് സ്ക്വാഡിന്റെ സഹായം വേണമെങ്കിൽ അവരും ഇവിടെയുണ്ട്. അത്തരത്തിൽ എലിഫന്റ് സ്ക്വാഡിന്റെ സഹായത്തോടു കൂടിയും ആനയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം കോച്ചു വിലങ്ങിയിട്ടുണ്ട്. ഇനി ആനയെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ആനയെ ഇവിടെ നിന്നും നടത്തി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത് മതിലെല്ലാം പൊളിച്ച ഒരു വാഴത്തോട്ടത്തിലാണ് ആനയുള്ളത്. ആന അവിടെ നിന്നും ഈ പ്രധാന റോഡിലേക്ക് എത്തിയാൽ മാത്രമേ ലോറി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആനയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്.
അല്പസമയത്തിനകം തന്നെ ആനയെ ഇവിടെ നിന്ന് പക്ഷേ ഹരീഷ് ഈ ലോറി വരുന്ന ഭാഗത്തേക്ക് ആനയെ നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് അതൊരു റിസ്ക് അല്ലേ ഈ ഒരു ഘട്ടത്തിൽ? നിലവിൽ അതല്ലാതെ മറ്റു മാർഗങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. കാരണം ഈ വീടിനോട് ചേർന്നുള്ള 2 മതിലുകൾക്കിടയിലുള്ള വാഴത്തോട്ടത്തിലാണ് ആനയുള്ളത്. അതുകൊണ്ട് ആനയെ നടത്തിക്കൊണ്ടു പോകാനല്ലാതെ മറ്റ് സാഹചര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം ഇങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും പ്രവേശിക്കാത്ത ഒരു സാഹചര്യമാണ്. മറ്റൊന്ന്, മയക്കുവെടി വെക്കുന്നില്ല എന്നും പറഞ്ഞു. മയക്കുവെടി വെക്കുകയാണെങ്കിൽ ആനയെ മയക്കുവെടി വെച്ച് മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികളുണ്ടായിരുന്നു. പക്ഷെ അതില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റു മാർഗങ്ങളില്ല. ആനയെ ഈ ഒരു വാഴത്തോപ്പിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യ ദൗത്യം. അത് ആന ശാന്തനായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാപ്പാന്മാർക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമായിരിക്കും. അങ്ങനെയെങ്കിൽ പാപ്പാന്മാർ തന്നെ ആനയെ ഈ ഒരു റോട്ടിലേക്ക് എത്തിക്കും. റോട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ ഈ ലോറി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആനയെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു പ്രദേശത്തെ നിലവിൽ ആന നിൽക്കുന്ന പ്രദേശത്തേക്ക് വാഹനങ്ങളൊന്നും എത്താത്തൊരു പ്രദേശമാണ്. ഒരു വീടിനോട് ചേർന്നുള്ള പറമ്പാണിത്. ഈ പറമ്പിലേക്ക് ചുറ്റും മതിലുമുള്ള ഒരു പ്രദേശത്തേക്ക് വാഹനങ്ങളൊന്നും എത്തുകയില്ല. നിറച്ച് മരങ്ങളും വാഴയൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടേക്ക് വാഹനങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ആനയെ നടത്തിയല്ലാതെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ അത് സാധിക്കും എന്ന് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ആന ശാന്തനായി ആന ഒരു പഴയ ഒരു സൗമ്യനായ സ്വഭാവത്തിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം വളരെ ശാന്തനായി നിന്ന് വെള്ളം ഒഴിച്ച് ശരീരം തണുപ്പിച്ച് വളരെ ശാന്തനായി ഈ ഒരു തോട്ടത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.